ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും ഷോക്കായി പോയൊരു മൊമെൻ്റ് ഉണ്ടായിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാരണത്താൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ എൻ്റെ തൊട്ടപ്പുറത്തൊരു ഇൻറ്റീരിയർ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന എൻ്റെ ഒരു സുഹൃത്ത്, ഈ ഉച്ച സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുക. അവൻ വേറെ ഓഫീസിലും ഞാൻ വേറെ ഓഫീസിലുമാണ്. പക്ഷേ ഞങ്ങൾ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുക. അവൻ കുറച്ചൊരു ജിംനാറ്റിക് ഒരു ബോഡിയൊക്കെ നോക്കുന്ന കുറച്ച് ജിമ്മൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ഇഷ്ടം സിനിമയിൽ വർക്ക് ചെയ്യുക, ഫിലിം മേക്കർ ആവുക എന്നുള്ളതൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിത് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തിട്ടുള്ളത് ആ ഒരു സമയത്ത് അവനോടായിരുന്നു ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്യണം, എനിക്ക് സ്വന്തമായിട്ടൊരു അങ്ങനത്തെ ഒരു വർക്ക് ചെയ്യണം എന്നൊക്കെ എപ്പോഴും ഞാൻ അവൻ്റെ അടുത്ത് പറയുമായിരുന്നു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവൻ അവിടുത്തെ ജോലി റിസൈൻ ചെയ്തിട്ട് ദുബായിലോട്ട് പോയി. പക്ഷെ ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. ഒരു ദുബായി പോയി ഒരു 3-4 മാസത്തിന് ശേഷം 4-5 മാസത്തിന് ശേഷം അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ നിനക്കൊരു 10 രൂപ അയക്കാം, നിനക്കൊരു 10,000 രൂപ അയക്കാം, നീ ആ ഒരു 10,000 വെച്ചിട്ട് വർക്ക് ചെയ്യ്, നീ ഒരു ഷോർട്ട് ഫിലിം ചെയ്യ്, നിൻ്റെ ആഗ്രഹം നടക്കട്ടെ, ഇതൊരു തുടക്കമാവട്ടെ. അവനാ തന്ന പൈസ കൊണ്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്തത്. അതൊക്കെ ഒരു കാലം എന്നുള്ളത്. ഞാൻ എൻ്റെ കരിയർ കൊണ്ടുപോയത് ആ ഒരു ഷോർട്ട് ഫിലിം എന്നാണ്. അതായത് എനിക്ക് ഇഷ്ടം മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യാനായിരുന്നു. ആ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റിയതോട് കൂടിയിട്ടാണ് എനിക്കതിന് ശേഷം ഒരു 2-3 ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തു. കൂടാതെ കുറേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കണ്ടൻറ്റുകൾ, അങ്ങനെയുള്ള കുറേ വർക്കുകൾ എനിക്ക് ചെയ്യാൻ പറ്റി, വീഡിയോ കണ്ടൻറ്റുകൾ ചെയ്യാൻ പറ്റി. ഞാൻ എന്ത് ബുദ്ധിമുട്ടിലൂടെ പോയാലും അവൻ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, നീ സിനിമ ചെയ്യണം, നീ ഏതൊക്കെ പ്രശ്നങ്ങളിൽ പെട്ടാലും സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യണം, അതിനു വേണ്ടി ട്രൈ ചെയ്യണം, നിൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നത് എനിക്ക് കാണണം എന്നുള്ളത്. അങ്ങനെ കുറേ മാസങ്ങൾ കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം മുതൽ എനിക്ക് അവനെ കണക്റ്റ് ആവാൻ പറ്റാതെ, അവൻ്റെ വീട് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് കണ്ട് കുറച്ചായിട്ട് അവനെ കോണ്ടാക്റ്റ് ഇല്ല, കണക്ഷൻ ഒന്ന് ബ്രേക്കായി. അതിനുശേഷം ഞാൻ ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ പുത്തനത്താണി ഒരു ഷോപ്പിൽ ബ്രോസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ അവൻ്റെ മുതലാളിനെ ഞാൻ അവിടെ വെച്ച് അപ്രതീക്ഷിതമായിട്ട് കാണും. നോർമലി കാണുന്ന പോലെ തന്നെ ഞങ്ങൾ കൈ കൊടുത്തു, സംസാരിച്ചു. ഞാൻ അവനെ കണക്ട് ചെയ്യുന്ന ഒരാളെ എനിക്ക് എവിടെന്നെങ്കിലും കണ്ടു കിട്ടിയാൽ എനിക്ക് അവൻ്റെ പുതിയ നമ്പർ ഒന്ന് വാങ്ങിക്കണം. സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ കാണുന്നില്ല അവനെ. അപ്പം അവൻ്റെ പുതിയ നമ്പർ വാങ്ങിക്കണം, കണക്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കാറുണ്ടായിരുന്നു. പെട്ടെന്ന് ആളുടെ പഴയ ബോസിനെ കണ്ടപ്പോൾ ആളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇവനെ കാണാറുണ്ടോ എന്ന് ചോദിച്ചു, അവനെ കോണ്ടാക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി ആദ്യം ഒന്ന് സൈലൻ്റായി. അപ്പം ഞാൻ ആളെ മനസ്സിലാവാനായിട്ടാണോ എന്ന് വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും ഷോക്കായി പോയൊരു മൊമെൻ്റ് ഉണ്ടായിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാരണത്താൽ ഷോക്കായി പോയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്. പക്ഷെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ബ്രോസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് ഞാൻ സ്റ്റക്കായിപ്പോയി. അവൻ കഴിഞ്ഞ 1 വർഷം മുമ്പ് അവൻ മരിച്ചുപോയി എന്നൊരു അവൻ്റെ ബോസിൻ്റെ അടുത്ത് പറയുമ്പോൾ പുള്ളിക്കത് പറയാൻ പറ്റുന്നില്ല, എനിക്കത് കേൾക്കാനേ പറ്റുന്നില്ല. ഞാൻ ആകെ ഷോക്കായിപ്പോയി. ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു ഫ്രണ്ട് മരണപ്പെട്ടു എന്ന് ഞാൻ കേട്ടിട്ട് ഇത്രയും ഷോക്കായി പോകുന്നത് ആദ്യമായിട്ടാണ്. ശരിക്കും നമ്മളത് മറ്റുള്ളവർ പറഞ്ഞു കേൾക്കാമെന്നല്ലാണ്ട് കുറച്ച് സമയത്തേക്ക് ഞാൻ ആകെ ബ്ലാങ്ക് ആയിപ്പോയി. എനിക്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല. എനിക്ക് പെട്ടെന്ന് അവനുമായിട്ടുള്ള എൻ്റെ കുറേ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കയറി വന്നു. അവൻ എന്നെ സപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ. എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം മാത്രമായിരുന്നു ഷോർട്ട് ഫിലിം ചെയ്യുക, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യണം, എനിക്കിങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒരാളും എൻ്റെ ചുറ്റും എൻ്റെ ആഗ്രഹം കേട്ടിട്ട് എനിക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യണം എന്ന് പറയുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാൾ പോലും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ആ ഒരു നല്ല മനസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്കൊരു എൻട്രി, എൻ്റെ ഒരു ഫീൽഡ്, ഈ ഒരു ക്രിയേറ്റീവ് ഫീൽഡിലേക്ക് എനിക്കൊരു എൻട്രി എന്നത് ശരിക്കും അവനാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരു ഫ്രണ്ട് നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും അവരെത്രത്തോളം നമുക്ക് വാല്യൂ ഉള്ളതാണെന്നുള്ളതും മനസ്സിലാവുന്നത് ഇതുപോലെ അവർ നമ്മളെ വിട്ട് പോകുമ്പോഴാണ്. എനിക്ക് ഭയങ്കര ഷോക്കായി പോയൊരു ന്യൂസായിട്ടോ. ചുറ്റിനും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഓരോരോ
പല പല കാരണങ്ങളിൽ മരണപ്പെട്ടു പോകുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും അതുപോലൊക്കെ മരണപ്പെട്ടു പോകാനുള്ളതാണ്. പക്ഷെ അവൻ നമ്മളെ വിട്ട് പോയ സമയത്ത് ആരുടെയൊക്കെയോ മനസ്സിൽ അവൻ എന്തൊക്കെയോ ആയിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്ക് ഈ ലൈഫ് മൊത്തം ഓർത്ത് വെക്കാനുള്ള ഒരു നല്ലൊരു മനുഷ്യനായിട്ട് അവൻ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അതുതന്നെയാണ് അവൻ്റെ ഏറ്റവും നല്ലൊരു മനസ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കത് ഇതിപ്പോൾ വീഡിയോ ചെയ്ത് നിങ്ങളെ അറിയിക്കുകയൊന്നുമല്ല, വീഡിയോ ചെയ്തിട്ട് ഞാനൊരു റീച്ചിന് വേണ്ടിയിട്ടൊന്നുമല്ല. നല്ല ഫ്രണ്ട്സിനെ നമ്മളെപ്പോഴും ചേർത്ത് പിടിക്കണം. നമ്മുടെ ലൈഫിൽ നല്ല ഫ്രണ്ട്സ് ഉണ്ടാവണം. അവർ നമ്മളെ ഫ്രണ്ട്സ് എന്ന് പറയുന്നതൊന്നും ചെറുതല്ല, ഒരാളും ചെറുതല്ല. അധികം സമയമൊന്നും വേണ്ട, കുറച്ച് സമയം നമ്മുടെ ലൈഫിൽ ഉണ്ടായാൽ മതി. നല്ല ഫ്രണ്ട്സ് എപ്പോഴും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഭയങ്കര എന്താ പറയുക, അവരുള്ള സമയത്ത് നമ്മുടെ മനസ്സിൽ നമുക്ക് ഓർത്ത് വയ്ക്കാൻ കുറേ കാര്യങ്ങൾ അവർ തന്നിട്ട് പോകും. അങ്ങനെ തന്നിട്ട് പോയൊരു അങ്ങനെ ഒരു ജന്മം മുഴുവൻ എനിക്ക് ഓർക്കാനും എനിക്കത് ആ റെസ്പെക്റ്റ് കീപ്പ് ചെയ്യാനും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ തന്നിട്ട് പോയൊരു ഫ്രണ്ടാണ് അവന്.